തത്വചിന്തകളും പൊളിറ്റിക്കൽ സയൻസും ഫിലോസഫിയും ഒക്കെ പഠിച്ചിട്ട് എന്ത് കാര്യമാണ് ഉണ്ടാവുക? നമുക്കറിയാം, ഇവിടെ കുറെ കാലഘട്ടം മുമ്പ് വരെ രാജഭരണമാണ് ഉണ്ടായിരുന്നത്. യൂറോപ്പിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളും ലിബറലിസവും അതൊക്കെ ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയെഴുതിയ മുന്നേറ്റങ്ങളാണ്. അതെങ്ങനെയാണ് ഉണ്ടായത്? ഇങ്ങനെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്ത കുറച്ചു മനുഷ്യരുടെ ചിന്തകളിൽ നിന്ന് വരുന്ന ആശയങ്ങളാണ് ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളത്. നവോത്ഥാന പ്രസ്ഥാനങ്ങള്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങള്, ഇവയൊക്കെ അറിവിലൂടെയും വായനയിലൂടെയും ആശയങ്ങളിലൂടെയും ഉണ്ടായ വിപ്ലവാത്മകമായ സ്ഫോടനങ്ങളുടെ തുടർക്കഥയാണ്. ഏകാധിപതികളിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും ഇന്ന് ഇന്റർനാഷണൽ റിലേഷന്റെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും ഒക്കെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറയുന്നത് ഹ്യൂമൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. രാഷ്ട്രങ്ങൾക്ക് ഉപരിയായി ഓരോ മനുഷ്യനും തുല്യമായ അവകാശമുണ്ട്, തുല്യമായ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആശയങ്ങളിലേക്കും മാറ്റങ്ങളിലേക്കും മനുഷ്യനെ എത്തിച്ചത് അറിവും അതിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത ആശയങ്ങളുമായിരുന്നു. വായന എന്ന് പറയുന്നത്, തത്വചിന്ത എന്ന് പറയുന്നത് അറിവിലേക്കുള്ള യാത്ര ഒരു ഭൗതിക വ്യായാമം കൂടിയാണ്. ഈ ഭൗതിക വ്യായാമം നമ്മുടെ തലച്ചോറ് ഇത് എഴുതുന്ന സമയത്ത്, വായിക്കുന്ന സമയത്ത്, ആശയങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഉണർവ്, അത് നമ്മളുടെ ഡിപ്രഷൻ, നമ്മുടെ ഒറ്റപ്പെടൽ, ഇതൊക്കെ കുറയാൻ വേണ്ടി സഹായിക്കും. അറിവിനോട്, റിസർച്ചിനോട്, കലയോട്, കായികപരമായ കാര്യങ്ങളോട് പാഷനേറ്റ് ആയിരിക്കുന്നവരുടെ ആസ്വാദനം എന്ന് പറയുന്നത് അതിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നത് തന്നെയാണ്.